എന്താ ജാനകി എന്ന് പറഞ്ഞ ആ പേരിന് എന്താ പ്രശ്നം? നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു BJP നേതാവായ മന്ത്രി അഭിനയിച്ച സിനിമയ്ക്ക് പേരിടുന്നത് സംബന്ധിച്ചത്. എന്തിനാണ് സെൻസർ ബോർഡ് ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെടേണ്ട കാര്യം? ഇതിനു മുമ്പ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായല്ലോ. ആ സിനിമയെ സംബന്ധിച്ച് കലാപകലുഷിതമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. നമ്മുടെ രാജ്യത്ത് കൽബുർഗിയെ പോലെ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എഴുതിയതിന്റെ പേര്. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതണം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയണം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണം, ഇല്ലെങ്കിൽ വിവരം അറിയും, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഈ രാജ്യത്ത് അഭിനയിക്കണം. ഇതാണ് നമ്മുടെ രാജ്യത്തെ BJP ഗവൺമെന്റ് നിലപാട്. ഇതാണ് നമ്മുടെ രാജ്യത്ത് വർഗീയമായി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഏത് തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാനും അനുവദിക്കാൻ പാടില്ല. ഗവൺമെന്റ് നിലപാട് വളരെ കൃത്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു വർഗീയ ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട കാര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന ഏത് നിലപാടും അതിനെതിരായി ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും ഒപ്പം ഈ സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മുന്നോട്ട് വരണം. ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, അവര് ഇത് ഒരു കാരണം നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പേരിടാൻ എന്താ കാര്യം? എന്റെ കുട്ടിക്ക് പേരിടാൻ എനിക്ക് അവകാശമില്ലാത്ത സ്ഥിതി വരാൻ പോകുന്നു. എന്റെ മക്കൾക്ക് പേരിടാൻ ഈ രാജ്യത്ത് എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് പേരിടാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്താ ജാനകി എന്ന് പറഞ്ഞ ആ പേരിന് എന്താ പ്രശ്നം? ഇവിടെ ജീസസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടില്ല, എന്താ പ്രശ്നം? ഏതെല്ലാം ദൈവങ്ങളുടെ പേരിൽ ഏതെല്ലാം സിനിമകൾ നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു ബോധപൂർവമായ ഒരു ഇടപെടലാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് മാത്രമല്ല, തങ്ങൾക്കെതിരായി ഒരു പ്രമേയവും ഈ രാജ്യത്ത് ചർച്ച ചെയ്യാൻ പാടില്ല. തങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എല്ലാവരും ചിന്തിച്ചോണം. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് വിലങ്ങിടുകയല്ലേ പല കാര്യങ്ങളിലും? നിങ്ങൾ മിണ്ടാത്തോണ്ടല്ലേ? ഒന്നേ നിങ്ങളുടെ മാധ്യമത്തെ അവർ വിലക്ക് മേടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമം ഇന്ത്യ നിങ്ങൾ ഒരു അറിയും. അപ്പൊ എല്ലാ തരത്തിലും ഇടപെടുകയാണ്. അതുകൊണ്ടാണ് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയാത്തത്. അപ്പോൾ ആ നിലയിലേക്ക് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 50 വർഷം കഴിയുമ്പോൾ മറ്റൊരു ദുരവസ്ഥയിലേക്ക് രാജ്യത്തെ BJP ഗവൺമെന്റ് കൊണ്ടുപോകുന്നതിന്റെ ഓരോ സിംറ്റംസാണിത്. ഇതിനെ ഇപ്പൊ തന്നെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം മറ്റൊരു അടിയന്തരാവസ്ഥ പോലെ ദുരവസ്ഥയെ രാജ്യം നേരിടേണ്ടി വരും, ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം സംശയം വേണ്ട. അതാണ് ഇതിന് അനുകൂലമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എവിടുത്തെ? കേരളത്തിൽ 600 കിലോമീറ്ററാണ് തീരദേശമുള്ളത്. മഴ പെയ്യുമ്പോൾ കരയിലേക്ക് വെള്ളം കയറും, പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കടലോര മേഖല സംരക്ഷിക്കാനുള്ള പദ്ധതികൾ കേരളം നടപ്പിലാക്കിയ ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. ഇപ്പൊ ഞാനിങ്ങോട്ട് വന്ന ചെത്തി ആണെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ചെല്ലാനം, ചെത്തി, അതുപോലെ തന്നെ അർത്തുങ്കല്, ഒറ്റമശ്ശേരി, ഇവിടെ എല്ലാം നമ്മൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രൂഷ്യൽ പോയിന്റുകൾ കണ്ടെത്തി നിർമ്മാണം നടത്തുന്നു. ഒരു പ്രശ്നം എന്താ? റോ മെറ്റീരിയൽ കിട്ടുന്നില്ല. ഇതിനുള്ള കരികല്ല് വേണ്ടേ? അതിന് പകരമായിട്ട് ടെട്രാപോഡിലേക്ക് മാറി. ഇപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് ഈ GO2 ഉപയോഗിച്ചുള്ള പരീക്ഷണം പൂന്തറയിൽ അടങ്ങുന്നുണ്ട്. അത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നമില്ലാതെ നമുക്ക് കടലോരം സംരക്ഷിക്കാൻ പറ്റും. മറ്റ് പല സ്ഥലങ്ങളിലും 10, 100, 50, 200 കിലോമീറ്റർ ദൈർഘ്യമുള്ളൂ ലോകത്ത് എവിടെ പരിശോധിച്ചാലും. ഇന്ത്യയിലാണെങ്കിൽ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്രയും തീരദേശമുള്ള ഒരു സ്ഥലത്ത് ഒറ്റയടിക്ക് കോടാനുകോടി രൂപ മുടക്കി ഇതിനെ മുഴുവൻ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റുകളുടെ കാലത്ത്, ഇടതുപക്ഷ മുന്നണിയുടെ 2 ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ ചെല്ലാനം, ഞാനീ സംസാരിക്കുന്ന സ്ഥലം തന്നെയാണ് ഉദാഹരണം. 750 കോടിയുടെ പ്രോജക്റ്റിൽ 400 കോടി പദ്ധതി നടത്തി ഇനി ബാക്കി നടത്താൻ പോവാണ്. അപ്പൊ ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി എല്ലാം ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടില്ല, നിങ്ങൾ കുറച്ച് പൈസ തരൂ ഈ തീരദേശത്ത്. ഈ ഈ കടലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രമാണോ? ഈ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ അല്ലല്ലോ. 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലല്ലേ കേരളമുള്ളൂ. ഈ പറയുന്ന കടൽ മുഴുവൻ ഇരച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ ഇത് തടയാൻ ഒരു സ്റ്റേറ്റിന് മാത്രം കഴിയുമോ? കഴിയില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് 1 രൂപ ഈ തീരസംരക്ഷണത്തിന് വേണ്ടി തരുന്നുണ്ടോ? എല്ലാവരും വർത്തമാനം പറയല്ലേ. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇതെല്ലാം ചെയ്യുന്നു പറഞ്ഞാൽ കടൽ ഞങ്ങളുടെയാണോ? കടൽ സെൻട്രൽ ഗവൺമെന്റിനോട് ചേർന്നല്ലേ? 1 രൂപ അതിന് വേണ്ടി അവർ തരുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരും. അത്തരം സംഭവങ്ങൾ വന്നാലും തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന പദ്ധതികളും പാക്കേജുകളും നമ്മൾ ചെയ്യും. 36 കോടി രൂപ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൊടുത്തു. എന്താണെന്നറിയോ? കടലിൽ പോകാൻ വേണ്ടി കഴിയത്തില്ല എന്ന് നമ്മൾ പറയുന്ന ദിവസങ്ങളിൽ ഒരു തൊഴിലാളിക്ക് 200 രൂപ വെച്ച് 36 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങൾ കൊടുത്തു. ഇപ്പൊ 10 കോടി കൊടുത്തു. ചെറിയ കാര്യമല്ല. ഇന്ന് ഉള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്.
അതെ, നമുക്ക് ഇടപെട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ്. നമ്മുടെ ഫിഷർമാന് വരുന്ന പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. ഇറിഗേഷൻ വകുപ്പാണ്, അവർ നന്നായി അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മളവരോട് സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ പിന്നെ ആറാട്ടുപുഴ വലിയ തരത്തിലുള്ള കടലാക്രമണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്. അതിനെ നേരിടാൻ നമ്മൾ ശ്രമിക്കും. ആ സമയത്ത് തൊഴിലാളി കടലിൽ പോകുന്നില്ലെങ്കിൽ ആ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ആ നിലയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം തീരസംരക്ഷണം എന്നുള്ള ഗവൺമെന്റ് നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ശംഖുബോധം നമ്മൾ നിർമ്മിച്ചു. എത്ര കോടി മുടക്കി നമ്മൾ നിർമ്മിച്ചു? മൊത്തം കടലെടുത്തിട്ട് പോയി. കടൽ കയറുകയാണ്. കടലിന്റെ വെള്ളത്തിന്റെ ഇപ്പോൾ ഉച്ചകോടി നമ്മൾ പോയല്ലോ. അവിടുത്തെ ഏറ്റവും വലിയ ഡിസ്കഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 10 വർഷം കഴിയുമ്പോൾ 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്ററിലോട്ട് കടൽ ഉയരും. അങ്ങനെ ഉയർന്നാൽ നമ്മുടെ പിന്നെ സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളടക്കം ഇല്ലാതാകും എന്നുള്ളതാണ് അവിടെ ഡിസ്കഷൻ, അവിടെ ചർച്ച നടത്തിയത്. അപ്പോൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. ആ അവസ്ഥയിൽ കടൽ കയറുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന കരുത്ത് പരമാവധി വിനിയോഗിക്കുന്നുണ്ട്. അത് പരമാവധി തുടർന്നും ചെയ്യും. ഓക്കെ.